സാഹസം വേണോ? വേണം. നീ ചാട് പ്രകാശ, നിന്റെ കൂടെ ഞാനില്ലേ? ഗുണ്ടുവാസു നല്ല ഫിറ്റാ. വാസു ഫിറ്റാണെങ്കിൽ ചന്ദ്രപ്പൻ ഫുൾ ഫിറ്റാ. ആ ചന്ദ്രപ്പൻ ഉണർന്ന ഇന്നത്തോടെ എന്റെ അന്ത്യം. അങ്ങനെ സംഭവിച്ചാൽ നിന്റെ ചിതാഭസ്മം ഞാൻ ഗംഗയിൽ ഒഴുക്കും. നീ ചാട്, ചാടിക്കോ. എന്റെ ഭഗവതി, ചാടാ. ദേവി, പേടിക്കണ്ട. ശകുന്തളെ, ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ എന്നെ സഹായിക്കണം. അർദ്ധരാത്രി താനെന്താ ഇവിടെ? ഞാൻ പുറക്കെ വിളിച്ചു പോകും. പോവർത്ത്. നിന്റെ ചേട്ടൻ ഉണരും മുമ്പ് എനിക്ക് പോണം. സഹായിക്കാം എന്നൊരു വാക്ക്, അത് മാത്രം മതി. തനിക്ക് എന്ത് സഹായമാ വേണ്ടത്? തന്റെ ചേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. അവരുടെ ആ തെറ്റിദ്ധാരണയിൽ നിന്നും ഭീഷണിയിൽ നിന്നും താൻ എന്നെ രക്ഷിക്കണം. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. സാർ അകത്തോട്ട് പോയിരുന്നാട്ടെ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അയ്യോ, അങ്ങോട്ട് പോലെ ചേട്ടനല്ലേ? വാ, ഞാനില്ലേ കൂടെ? വാ, അകത്തോട്ട് പോ. പൊക്കോ, പേടിക്കണ്ട, ഞാനില്ലേ കൂടെ? ഈ ഉപകാരം ഞാൻ മറക്കില്ല. എടാ കള്ള പ്രകാശ, ഓർമ്മയുണ്ടോ തനിക്ക് തന്റെ ഓർക്കസ്ട്രക്കാരുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചത്? ഞാനത് മറന്നിട്ടില്ല. എന്നെങ്കിലും തന്നെ എന്റെ കയ്യിൽ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. തന്നെ ഞാൻ നാറ്റിക്കും. അയ്യോ, ഓടി വരണേ, കള്ളൻ കള്ളൻ! അയ്യോ, കള്ളൻ കേറി! അയ്യോ, കള്ളൻ വീട്ടിനകത്ത് സൗകര്യമായിട്ടിരിക്കുന്നു ചേട്ടാ. അയ്യോ അയ്യോ, ചേട്ടാ കള്ളൻ കേറി! അയ്യോ ചേട്ടാ, അപ്പൂപ്പൻ എന്റെ അപ്പൂപ്പനെ കാണിച്ചിരാടാ. അയ്യോ ചേട്ടാ, ഓടി വരണേ, ഇവൻ അവനാ മറ്റവൻ. ഫോട്ടോ ഫോട്ടോ അവനാണോ? എടാ, നീ ശകുന്തളയെ സ്ഥിരമായി കാണാനാണോ? ഞാൻ കഴിയാം. ഞങ്ങൾക്ക് അതിനുള്ള തെളിവുകളും ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അവന്റെ കട്ടപ്പുക എന്നെ പരസ്യമായി അപമാനിച്ച് ഇവനെ വെറുതെ വിടരുത്. എന്താ ശകുന്തളയെ പ്രേമിച്ച് വഞ്ചിച്ചവനാണ് ഈ നിൽക്കുന്നത്. ശകുന്തള ഗർഭിണിയാണ്. ഗർഭിണിയോ? നീ അക്ഷരമുണ്ടണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. അയ്യോ, അങ്ങനൊന്നുമില്ല. മിണ്ടി പോകരുത്. നാളെ കാലത്ത് നിങ്ങളുടെ വിവാഹം നടത്തണം. രാത്രിയിൽ പെമ്പിള്ളേരുടെ കിടക്കമുറിയിൽ കയറണവർക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ. കല്യാണ ചെലവ് നാട്ടുകാരുടെ വക. അവന്റെ ജന്മം പാടും. ശങ്കരമേനോ സാറേ, സംഗതി മൊത്തം കുളമായി. എന്താ കാര്യം? കാര്യം അറിയുമ്പോ ആരും ഞെട്ടരുത്. പ്രകാശനുണ്ടല്ലോ, നമ്മുടെ പ്രകാശൻ. എത്ര മണിക്കായിരുന്നു സംഭവം? എന്ത്? ആത്മഹത്യയായിരുന്നു, കൊലപാതകമായിരുന്നു? കൊലപാതകമല്ല, വിവാഹം. അവന്റെ കല്യാണം ഇപ്പൊ നടക്കും. കല്യാണം? അതെ, ചെമ്പകശ്ശേരി ചന്ദ്രപ്പന്റെ സഹോദരി ശകുന്തളയാണ് പ്രതിഷ്ഠിത വധു. പിടിച്ചുകെട്ടി കല്യാണം നടത്താൻ പോവുക. ഉള്ളതുപോലെ പറ ഫിലിപ്പോസേ. സത്യം, അന്തോണീസ് പുണ്യാളനാണ് സത്യം. ഇന്നലെ രാത്രി പ്രകാശൻ ചന്ദ്രപ്പന്റെ വീടിന്റെ മതിലെടുത്ത് ചാടി. ചാടല്ലേ ചാടല്ലേ എന്ന് ഞാൻ പുറകെ വിളിച്ചു, കേട്ടില്ല. എന്നിട്ടും ചാടി ശകുന്തളയുടെ മുറിയിൽ കയറി. ശകുന്തള ബഹളമുണ്ടാക്കി. നാട്ടുകാർ ഓടിക്കൂടി പ്രകാശനെ കസ്റ്റഡിയിലെടുത്തു. തറവാടിന്റെ മാനം പോയില്ലേ? ഇനി തറവാടിന്റെ മാനം നോക്കിയിട്ട് കാര്യമില്ല. വേഗം ചെല്ലി ചെന്ന് നോക്ക്. കാറ്റുപോയ ബലൂണ് പോലെയാ ഇപ്പൊ പ്രകാശന്റെ അവസ്ഥ. ഇപ്പൊ ചെന്നാ കല്യാണം മുടക്കും. എനിക്കൊന്നും അറിയില്ല. ഇവരെല്ലാം കൂടി എന്നെ ബലാത്കാരമായിട്ട് പിടിച്ച് കെട്ടി
സമ്മതിച്ചതാ. എന്നാലും ഇതുപോലെ കടന്ന കൈയായി പോയി. അതെ, കൊടുംചതിയായി പോയി. ബാല, നീയെങ്കിലും എന്നെ രക്ഷിക്കണം. എന്താടാ വാസു? മേനോൻ സാറിനെ കരുതിയാ ഞാൻ ഇവനെ കൊല്ലാഞ്ഞത്. ഇവരുടെ പെങ്ങളെ ചതിച്ചു. നീ ചതിച്ചെന്നോ? എന്നെ ആരും ചതിച്ചിട്ടൊന്നുമില്ല. കേട്ടോ, ശകുന്തള പറയുന്നത് കേട്ടോ, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. സ്നേഹമുള്ള പെൺപിള്ളേർ അങ്ങനെ പറയൂ. ശകുന്തള സ്നേഹസമ്പന്ന ഒരു പെൺകുട്ടിയാണ്. ആയിക്കോട്ടെ. ഓ, പക്ഷെ എന്നെ ആരും സ്നേഹിക്കണ്ട. ഞങ്ങൾ തമ്മിൽ യാതൊരു മുൻപരിചയവും ഇല്ല. കള്ളം, പച്ചക്കള്ളം. പറയുമ്പോ എല്ലാം പറയണമല്ലോ. ഇവനും ഈ ശകുന്തളയും തമ്മിൽ കഴിഞ്ഞ 4 കൊല്ലക്കാലമായി അസ്ഥി പിടിച്ച പ്രേമാണെന്നുള്ള കാര്യം എനിക്കറിയാം. പെൺശാപം പിടിച്ച് പറ്റരുത് പ്രകാശ. അത് തെറ്റ്. ഏയ് ബാല, നിർത്തടാ. അളിയോ, ഞാൻ എല്ലാം പറയാം. അതായത് എന്റെ ഗർഭം, ഇവളുടെ ഗർഭം, അളിയന്റെ ഗർഭം. നീ ഒരു അക്ഷരം വേണ്ടതാ. ഏതായാലും പ്രകാശ, നീ ഒരു പെണ്ണിന്റെ കഴുത്തി മിന്നു കെട്ടി. അളിയ, ഞാൻ മിന്ന് കെട്ടിയതല്ല. യുവന്മാരെല്ലാം കൂടി ആയുധങ്ങളുടെ ബലത്തിൽ എന്നെ കൊണ്ട് കെട്ടിച്ചതാണ്. ആയിക്കോട്ടെ, പണവും പ്രതാപവും സ്നേഹബന്ധത്തിന് അതിപരമ്പുകളല്ല. ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ വീണ താലിയുടെ മാന്യത നീ കാക്കണം. എനിക്ക് യാതൊരു എതിർപ്പുമില്ല. അളിയെ എതിർക്കണം. ഈ വിവാഹത്തിന് ഞാനും സമ്മതം മൂളുന്നു. ആദ്യ രാത്രി കഴിയുന്നതുവരെ വാളും പഴിയും അവന്റെ പുറകിൽ തന്നെ ഉണ്ടാവണം. നമസ്കരിച്ചേട്ടെ. ഞാൻ നമസ്കരിച്ചിട്ടില്ല. ഈ വിവാഹം സാധുവല്ല. ആയുഷ്മാൻ ഭവ. കൺഗ്രാറ്റുലേഷൻസ്. ഇവിടെ ഇരിക്കുകയാണ്. അതെ, നാട്ടു നടപ്പനുസരിച്ച് മണവാട്ടി പാലും കൊണ്ട് 10 മണിക്ക് മുമ്പേ മണിയറയിലെത്തും. മണവാളൻ ഇങ്ങനെ നിലാവത്ത് അടിച്ചുവിട്ട കോഴിയെ പോലെ ഇവിടെ ഇരുന്നാലോ? ഇത് മണവാളൻ ആദ്യ രാത്രിയിൽ അടിച്ച് ഫിറ്റോ? എന്റെ ജീവിതം തകർത്ത മഹാപാവി. ഇന്നു മുതൽ ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയാണ്. അതിനുത്തരവാദി നീ ഒറ്റ ഒരുത്തനാ. ഇന്ന് നിന്റെ ആദ്യ രാത്രിയാണ്. ഒരു അനന്തരം ചെയ്യാനുള്ള എല്ലാ കടമകളും ഞാൻ ചെയ്തിട്ടുണ്ട്. മണിയറ ഒരിക്കലും ഞാനാ ചെന്ന് നോക്കി കലക്കിയിട്ടുണ്ട്. ഞാൻ നിന്റെ ആരാടാ? അമ്മാവൻ. സ്വന്തം അമ്മാവന് മണിയറ ഒരുക്കുന്ന നീ ഈ കണക്കിന് പോയാൽ സ്വന്തം തന്തയ്ക്ക് വരെ മണിയറ ഒരുക്കൂടാ. ഏയ്, ഇന്നെന്തായാലും ഒരു മർഡർ ടെൻഡൻസി പ്രകാശനമ്മാവൻ ഉണ്ടാവാൻ വഴിയില്ല. കൊല്ലൂടാ. കൊന്നിട്ട് നേരെ തൂക്കുമരത്തിൽ കയറും. ആദ്യ രാത്രിയുടെ മാധുര്യം നുകരാതെ ഏതെങ്കിലും ഒരു ഭർത്താവ് തൂക്കുമരത്തിലേക്ക് പോകുമോ? ഇല്ല. എന്റെ പൊന്നമ്മാവൻ എഴുന്നേറ്റ് അമ്മാവിന്റെ അടുത്തോട്ട് ചെല്ല്. അമ്മ എവിടെ പ്രാണനാഥനെയും കാത്തിരിക്കുക. ഇന്നത്തെ രാത്രി ശിവരാത്രി. ഇന്നെനിക്ക് ഭീകര രാത്രിയാണ്. ഐശ്വര്യ റായിയെ പോലെ, സുസ്മിത സെന്നിനെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നടാ എന്റെ സ്വപ്നങ്ങൾ നിറയെ. എല്ലാം ലത്തൂരിലെ ഭൂകമ്പം പോലെ നീയൊക്കെ ചേർന്ന് തകർത്ത്. അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ അമ്മായിയുടെ സൈഡ് പോസ്റ്റ് കണ്ടു. സുസ്മിതാസൻ തന്നെ. ഇങ്ങനെ നോക്കിയ ഐശ്വര്യ റോയ്, ഇങ്ങനെ നോക്കിയ സുസ്മിതാസൻ. പിന്നെ നേരിട്ട് നോക്കുമ്പോൾ ചില പ്രോബ്ലംസ് ഉണ്ട്. എടാ, സ്ത്രീയുടെ സൗന്ദര്യം തൊലിപ്പുറത്തല്ല, മനസ്സിലാ. അത് മറക്കണ്ട. പിന്നെ നീ അശ്വതിയെ കണ്ടാ നടക്കുന്നത്. വിധി അതെന്റെ വിധി, ഇത് നിന്റെ വിധി. ഈ രാത്രിയിൽ അമ്മായിയെ കണ്ണീര് ഉടിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എഴുന്നേക്കണം. മണിയറയിലേക്ക് നടക്കണം. അമ്മായിയോട് കാത്തിരിക്കണ. മണിയറയിലേക്ക് നടക്കണം. മണിയറയിലേക്ക് നടക്കണം. എന്നെ ഈ നരകത്തിലേക്ക് തള്ളിവിടരുത്. നിങ്ങളെ ശല്യം ചെയ്യണ്ടെന്ന് കരുതി ഈ വീട്ടിലുള്ള എല്ലാവരും നേരത്തെ ഉറങ്ങി. ഇവന്റെ തനിനിറം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഉറങ്ങാതിരുന്ന. ഇനി പുറത്തേടാൻ അനുവദിക്കരുത്. ഇനി പുറത്തേക്ക് വിടുന്ന പ്രശ്നമേ ഇല്ല. ബാലേന്ദ്രൻ പൊക്കോ. ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെ ഒരു അമ്മായിയെ തന്നെയാ ഞാൻ സ്വപ്നം കണ്ട. അമ്മായിമാരെ വരെ സ്വപ്നം കാണുന്ന നീ കൊലപിടിക്കണ. നോ കമന്റ്സ്. കേട്ടോ അമ്മായി, ഒറ്റ രാത്രി കൊണ്ട് എന്റെ അമ്മാവനെ തങ്ക കമ്പിയാക്കി എടുക്കണം. ഗുഡ് നൈറ്റ്. ചേട്ടാ, ചേട്ടൻ ഏത് മുറയ്ക്ക് ചേട്ടാന്നും അനിയാന്നും വിളിക്കാൻ നമ്മൾ നിങ്ങൾ എന്ത് ബന്ധം? എന്ത് ബന്ധമാണെന്ന്? ആ, എന്ത് ബന്ധം? ബന്ധത്തിന്റെ സ്വർണ്ണ ചരടാ ഈ കഴുത്തി കിടക്കുന്നത്. ഇതിന്റെ അറ്റത്തൊരു താലിയുണ്ടോ? നിന്റെ ചേട്ടനും മറ്റവന്മാരും ചേർന്ന് ഗുണ്ടായുസത്തിലൂടെ ഒപ്പിച്ചേലടി. ഇത് നീ തന്നെ സ്വയം കെട്ടുതൂക്കിയല്ലോടി. അതിങ്ങ് ഊരിത്താടി. എന്നെ താലിയെ തൊട്ട് കളിച്ച എന്റെ വിധമാറും പറഞ്ഞേക്കാം. ഇന്ന് ആദ്യ രാത്രിയല്ലേ, ആ പാല് പകുതി കുടിച്ചിട്ട് ബാക്കി എനിക്ക് താ. അല്ല, എനിക്ക് കുടിക്കാനുള്ള ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടേ. ഇനി മുതൽ ഇതാടി എന്റെ പാനീയം. മണിയറ നന്നായിരിക്കുന്നല്ലേ? നല്ല മണിയറ. മണിയറൊക്കെ എനിക്ക് വെയിറ്റ് ചെയ്യാനല്ലേ. നല്ല കളർഫുൾ, പച്ച മഞ്ഞ ചുവപ്പ്, നല്ല കളർ പകർത്തുകളെ
എനിക്കിന്ന് ഭീകര രാത്രിയാടി. എന്റെ ലൈഫ് നീയൊക്കെ തകർത്തില്ലേ ബാല? നീയൊക്കെ എന്റെ ഫസ്റ്റ് ആദ്യ രാത്രി. യവനെ വരച്ച വരെ നിർത്തിയില്ലെങ്കിൽ എന്റെ പേര് ശകുന്തളയെന്നല്ല.